നമസ്കാരം. വീണ വിജയൻ ബിനീഷ് കോടിയേരിയുടെ ഭാഗ്യം. കോടിയേരിയുടെ മകന്റെ കോട്ട വീണയെ രക്ഷപ്പെടുത്തി എന്ന് പറയാം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഇ ഡി വേട്ടയ്ക്കായി എത്തുമ്പോൾ കോടിയേരിയുടെ മകന്റെ കോട്ട തീർക്കൽ ജനം കണ്ടതാണ്. അത് വീണയ്ക്ക് ഒരു കരുതലായി എന്നുള്ളതാണ്. മകൾ ഇ ഡി കേസിൽ കുരുങ്ങുമ്പോൾ കോടിയേരിയുടെ മകനെ അന്ന് വരെ CPM-ൽ അംഗത്വം കൊടുക്കാതിരുന്നിട്ട് അന്ന് CPM-ൽ തിരിച്ചെടുക്കാൻ പിണറായിയുടെ ഉത്തരവ് വരുന്നു. സത്യത്തിൽ ബിനീഷിന്റെ ആ ഒരു തിരിച്ചുവരവ് എന്ന് പറയപ്പെടുന്ന പിണറായിയുടെ രാഷ്ട്രീയ പ്രായശ്ചിത്തമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മനുഷ്യത്വ ഗുണങ്ങൾ പിണറായിക്കുണ്ടോ എന്ന് പൊതുസമൂഹം ചോദിക്കില്ലേ? പക്ഷെ ബിനീഷ് കോടിയേരിക്ക് CPM അംഗത്വം തിരിച്ചു കിട്ടുമ്പോൾ വീണ വിജയൻ ബിനീഷ് കോടിയേരിയുടെ ഭാഗ്യമാണ്. AKG സെന്ററിലെ അവഗണനയ്ക്കുള്ള കാലത്തിന്റെ കാവ്യനീതിയാണത്. കേരള രാഷ്ട്രീയത്തെയും CPM ആഭ്യന്തര സമവാക്യങ്ങളെയും ഒക്കെ ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ അണിയറ നീക്കത്തിനാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്ത് നടത്തിയ റെയ്ഡും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള നാടകീയ സംഭവങ്ങളും പാർട്ടിക്കുള്ളിൽ വലിയൊരു മാറ്റത്തിന് വഴി തുറന്നിരിക്കുകയാണ്. മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം CPM അംഗത്വം പുതുക്കി നൽകിയെന്ന വാർത്ത ഈ രാഷ്ട്രീയ നാടകത്തിന്റെ ക്ലൈമാക്സ് ആണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നത് രാഷ്ട്രീയ പ്രാധാന്യം ഇരട്ടിയാക്കുന്നത്. ഈ വാർത്ത കേട്ടതും അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതും ആ ബിനീഷ് കോടിയേരിയുടെ കോട്ട കാത്തു നിൽക്കുന്ന ആ ഒരു നിൽപ്പ് കണ്ടിട്ടാണ്. സത്യത്തിൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചതും ബിനീഷ് കോടിയേരിക്ക് എന്തുകൊണ്ട് 3 വർഷമായിട്ടും CPM അംഗത്വം പുതുക്കി നൽകിയില്ല എന്നതാണ്. പക്ഷെ ആ നിൽപ്പ് കണ്ടപ്പോൾ ആ പിണറായിക്ക് വേണ്ടിയിട്ടും പിണറായിയുടെ മകൾക്ക് വേണ്ടിയിട്ടും നടത്തിയ ആ കോട്ട കാത്തുള്ള നിൽപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഉടൻ തന്നെ ബിനീഷ് കോടിയേരിക്ക് CPM അംഗത്വം പുതുക്കി നൽകുന്നു. കാരണം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. ഇവിടെയെങ്കിലും അത് കാണിച്ചില്ലെങ്കിൽ മനുഷ്യനെ അല്ല എന്ന് പൊതുസമൂഹം പറയുന്ന പിണറായി വിജയനോട് ചിലപ്പോൾ മൃഗങ്ങൾ പോലും പൊറുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബിനീഷ് കോടിയേരിക്ക് തിരികെ കിട്ടി CPM-ന്റെ അംഗത്വം. നന്നായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിക്ക് നേരെ ED നീക്കമുണ്ടായപ്പോൾ തലസ്ഥാനത്തുയർന്ന പ്രതിരോധമാണ് ബിനീഷിന്റെ രാഷ്ട്രീയ പുനഃപ്രവേശനത്തിന് വഴിമരുന്നിട്ടതെന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ട് ആ സമയത്തിന് ബിനീഷിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റാരെക്കാളും മുമ്പിലായി ചുവന്ന ഷർട്ടും വെള്ളമുണ്ടുമെടുത്ത് ഇത്രത്തോളം കരുതലോടും കരുത്തോടും കൂടി പോലീസിനെതിരെ പ്രതിരോധം തീർത്ത് നിൽക്കുന്ന ബിനീഷ് കോടിയേരിയെ കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി. CPM-ന്റെ അംഗത്വമൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഇത്രത്തോളം കൂറ ആ പാർട്ടിയോട് ഈ പാവപ്പെട്ട ഒരു സഖാവിനുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി. കാരണം ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് CPM-ന്റെ അംഗത്വം പുതുക്കി നൽകാത്തതെന്ന്. പക്ഷെ ആ 7 മണിക്കൂറത്തെ സമര പ്രതിരോധം നൽകിയിരിക്കുന്നു CPM-ന്റെ അംഗത്വം. ഇത്രയേ ഉള്ളൂ. അവരവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് രാജാവ് കൽപ്പിച്ചരുളി നൽകും ഇത്തരത്തിലുള്ള അംഗത്വങ്ങളൊക്കെ. അതുകൊണ്ട് പിണറായി തമ്പുരാൻ ഉത്തരവിട്ടു ബിനീഷ് കോടിയേരിക്ക് വീണ്ടും CPM-ന്റെ അംഗത്വം നൽകാൻ. അങ്ങനെ ഈ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ ED-യുടെ നീക്കമുണ്ടായപ്പോൾ വലിയ പ്രതിരോധം തീർക്കുന്നതിൽ മുന്നിട്ട് നിന്ന ബിനീഷ് കോടിയേരിക്ക് ഭാഗ്യനക്ഷത്രമായി തിളങ്ങിയത് വീണ വിജയനായിരുന്നു. പിണറായി വിജയന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുവാനും കേന്ദ്ര ഏജൻസിയെ പ്രതിരോധിക്കുവാനും തെരുവിലിറങ്ങിയ CPM DYFI പ്രവർത്തകരുടെ ആവേശം മുഖ്യമന്ത്രിയുടെ കണ്ണു തുറപ്പിച്ചു എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ED-യുടെ വാഹനങ്ങൾക്ക് ആക്രമിച്ച കേസിൽ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായവരിൽ പലരും ബിനീഷ് കോടിയേരിയുടെ അടുത്ത സുഹൃത്തുക്കളും അണികളുമാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. നേതാക്കൾ പലരും മാറി നിന്നപ്പോൾ തെരുവിൽ മുൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രതിരോധ കോട്ട തീർക്കാൻ ബിനീഷിന്റെ വിശ്വസ്തർ മുന്നിട്ടിറങ്ങിയത് പിണറായിയെ വൈകാരികമായിട്ട് സ്വാധീനിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ബിനീഷും പ്രതിഷേധത്തിലുണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണ്. ബംഗളൂരു ലഹരിക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ED കേസിനെ തുടർന്നായിരുന്നു ബിനീഷ് കോടിയേരിക്ക് CPM-ന്റെ പ്രാഥമിക അംഗത്വം നഷ്ടപ്പെട്ടു പോയത്. അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന് മകന്റെ കേസ് വലിയ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം ഉപയോഗിച്ചപ്പോൾ പാർട്ടി താല്പര്യം മുൻനിർത്തി കടുത്ത നിലപാടുകൾക്ക് കോടിയേരി തന്നെ എടുത്തുചാടി എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് കാലം മാറി മറിഞ്ഞിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിലും കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങളിലും ED അന്വേഷണം മുൻ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ ED-യെ പ്രതിരോധിക്കാൻ പഴയ കോടിയേരി ശൈലിയിലുള്ള മകന്റെ സാന്നിധ്യം പാർട്ടിക്ക് അനിവാര്യമാണ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു.
തൻ്റെ മകൾ ഇ ഡി അന്വേഷണത്തിന്റെ സംശയ നിഴലിൽ നിൽക്കുന്ന ഈ സവിശേഷ സാഹചര്യത്തിൽ തന്നെയാണ് ഇ ഡി കേസിന്റെ പേരിൽ അംഗത്വം നഷ്ടപ്പെട്ട കോടിയേരിയുടെ മകന് പിണറായി വിജയൻ അംഗത്വം തിരികെ നൽകാൻ മുൻകൈയെടുക്കുന്നത് എന്നുള്ളത് ഇത് രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു കാവ്യനീതിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ തന്റെ മകനെതിരെ കേന്ദ്ര ഏജൻസികൾ നീങ്ങിയപ്പോൾ പാർട്ടിയെയും ഭരണത്തെയും സംരക്ഷിക്കുവാൻ അദ്ദേഹം സ്വയം മാറി നിൽക്കുകയും മകനെ തള്ളുകയും ചെയ്തു. ഇന്ന് സ്വന്തം കുടുംബത്തിലേക്ക് കേന്ദ്ര ഏജൻസികളുടെ നിഴൽ വീഴുമ്പോൾ അന്ന് കോടിയേരിയോട് കാട്ടിയ പല നിലപാടുകൾക്കുമുള്ള തിരുത്തലായും പ്രായശ്ചിത്തമായും പിണറായിയുടെ ഈ ഇടപെടലിന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം നോക്കിക്കാണുകയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗകാലത്ത് പാർട്ടിക്കുള്ളിലും അണികൾക്കിടയിലും ഉണ്ടായ ചില നൊമ്പരങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് ബിനീഷിന്റെ ഈ തിരിച്ചുവരവ് എന്നുള്ളതാണ്. CPM-ന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നെഞ്ചോട് ചേർത്ത് നയിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ദേഹം AKG സെന്ററിൽ പൊതുദർശനത്തിന് വച്ചിരുന്നില്ല എന്നത് അന്ന് വലിയ ചർച്ചയായ കാര്യമായിരുന്നു. തലസ്ഥാനത്തെ പാർട്ടിയുടെ ഹൃദയഭൂമിയായ AKG സെന്ററിൽ പൊതുദർശനം വേണമെന്നത് കോടിയേരിയുടെ ആഗ്രഹമായിരുന്നുവെങ്കിലും ചില സാങ്കേതിക രാഷ്ട്രീയ കാരണങ്ങളാൽ അത് കണ്ണൂരിലേക്ക് മാത്രമായി ചുരുങ്ങി. അന്ന് കോടിയേരി കുടുംബത്തിലുണ്ടായ ആ വിയോഗവേദനയും അവഗണനയും കേരളം മുഴുവനും കണ്ടതാണ്. 3 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും രാഷ്ട്രീയ വനവാസത്തിനും ശേഷമാണ് ബിനീഷ് കോടിയേരിക്ക് CPM അംഗത്വം തിരിച്ചു കിട്ടുന്നത്. പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന കാലത്തും തിരുവനന്തപുരത്തെ യുവജന വിഭാഗത്തിലും പാർട്ടി അണികൾക്കിടയിലും ബിനീഷിനുണ്ടായിരുന്ന സ്വാധീനത്തിന് ഒട്ടും മങ്ങലേറ്റിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ. ഇഡിക്കെതിരെ തലസ്ഥാനത്ത് രൂപപ്പെട്ട അക്രമാസക്തമായിട്ടുള്ള പ്രതിരോധത്തിന് പിന്നിലെ ചാലക ശക്തി ബിനീഷിന്റെ സൗഹൃദ വലയങ്ങളായിരുന്നുവെന്ന് വ്യക്തമായതോടെ ബിനീഷിനെ പാർട്ടിക്ക് പുറത്തു നിർത്തുന്നത് ഗുണകരമല്ല എന്ന നിഗമനത്തിൽ നേതൃത്വം എത്തിച്ചേരുകയായിരുന്നു. തിരിച്ചറിവ് ഒരു വല്ലാത്ത സംഭവമാണ്. ഒരിക്കലും തിരിച്ചറിയാത്ത പാർട്ടിയാണ് CPM. തോറ്റാൽ തോറ്റെന്ന് തിരിച്ചറിയില്ല, ചതിച്ചാൽ ചതിച്ചെന്ന് തിരിച്ചറിയില്ല, അതുപോലെ തന്നെ മറ്റുള്ളവരെ ചതിക്കാനും യാതൊരു തിരിച്ചറിവും വേണമെന്നില്ല. അങ്ങനത്തെ പാർട്ടിക്ക് പോലുള്ള തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ബിനീഷ് കോടിയേരിയെ പോലൊരുത്തൻ ഒരു ചാവേറ് കൂടി ഈ പാർട്ടിക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് അങ്ങനെ അംഗത്വം പുതുക്കുന്നത്. അപ്പോൾ ഈ അംഗത്വം പുതുക്കൽ കേവലം ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനമല്ല, മറിച്ച് CPM-ന്റെ വരാനിരിക്കുന്ന കടുത്ത സമരമുറകളുടെ സൂചന കൂടിയാണ് എന്ന് പറയുന്നത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൽ ബിനീഷിനെ പോലെയുള്ള സംഘാടകരുടെ സാന്നിധ്യം തലസ്ഥാനത്ത് പാർട്ടിക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മുൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് വിശ്വസ്തയോടെ നിലകൊള്ളാൻ കോടിയേരിയുടെ മകനേക്കാൾ വിശ്വസ്തനായി മറ്റാരുമില്ലെന്ന ബോധ്യം പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട്. മകളുടെ കേസിൽ EDയുടെ നീക്കം ശക്തമായാൽ രാഷ്ട്രീയമായി അതിനെ നേരിടുമെന്ന കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ബിനീഷിന്റെ പുനഃപ്രവേശനത്തിലൂടെ പിണറായി നൽകുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യന്റെ സ്മരണകളോട് പാർട്ടി ഒടുവിൽ നീതി പുലർത്തുന്നു എന്ന വികാരം കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും ഒരു വിഭാഗം കോടിയേരി അനുകൂലികളിൽ ചിലപ്പോൾ ആശ്വാസം ഉണ്ടാക്കിയേക്കാം. അന്ന് അച്ഛന് ചെയ്യാൻ കഴിയാതിരുന്നത് ഇന്ന് മുൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് മകന് സാധിച്ചു കൊടുക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ അപൂർവമായൊരു അധികാര സമവാക്യത്തിനാണ് വഴി തുറക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തിൽ തിരുവനന്തപുരത്തെ ED റെയ്ഡും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളും കേരളത്തിലെ CPM-ന്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറുകയാണ്. EDയെ ആക്രമിച്ച ആക്രമണകാരികളായിട്ടുള്ള സുഹൃത്തുക്കളുടെ ബലത്തിൽ ബിനീഷ് കോടിയേരി പാർട്ടിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അത് പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ പ്രതിരോധത്തിനായിട്ട് തീർക്കുന്ന ഏറ്റവും പുതിയ കോട്ടയായിട്ട് മാറുകയാണ്. ED കേസിൽ അകപ്പെട്ട മകനും മകൾക്കും ചുറ്റും പാർട്ടി പ്രതിരോധം തീർക്കുന്ന ഈ കാഴ്ച എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ കാലം കാത്തുവെച്ച മറ്റൊരു രാഷ്ട്രീയ കാവ്യനീതി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അത്തരത്തിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും ഒരു കാര്യം തുറന്നു പറയേണ്ടി വരുന്നു. ബിനീഷ് കോടിയേരിയുടെ കടന്നു വരവ് എന്ന് പറയുന്നത് ആർക്കും ചിലപ്പോൾ മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. പക്ഷെ ഇത്രയും കാലം അത് മാറ്റി നിർത്താൻ പറ്റിയത് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയായി മാറിയതുകൊണ്ടാണ്. ഇല്ലായിരുന്നുവെങ്കിൽ 3 വർഷത്തിന് മുൻപ് തന്നെ പാർട്ടി അംഗത്വം പുതുക്കി ബിനീഷിന് ഈ പാർട്ടിയുമായി സഹകരിച്ചു പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയ മാർഗമെന്ന് പറയപ്പെടുന്നത് ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് കടന്നു കയറുമ്പോൾ അവിടെ അച്ഛനെയും മകളെയും മണിക്കൂറുകളോളം ഇരുത്തി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനൊരു പ്രതിരോധം തീർക്കാൻ തിരുവനന്തപുരത്ത് കരുത്തരായ നേതാക്കളില്ല എന്നുള്ള തോന്നൽ CPM-ന്റെ നേതാക്കൾക്കല്ല, പിണറായി വിജയന്റെ കണ്ണുകൾക്കാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ആ കണ്ണുകളുടെ തിരിച്ചറിവാണ് ബിനീഷ് കോടിയേരിയെ വീണ്ടും ഈ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇവിടെ ED എത്തിയതും വീണ വിജയനെയും പിണറായി വിജയനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതൊന്നും വലിയ സംഭവങ്ങളല്ല. രാഷ്ട്രീയ കേരളത്തിന് ഒരു വലിയ സംഭാവന നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് വീണ വിജയൻ ബിനീഷ് കോടിയേരിയുടെ ഭാഗ്യമായി മാറുന്നത് ഈ ഒരു EDയുടെ അന്വേഷണത്തോടു കൂടിയാണ്. കോടിയേരിയുടെ മകൻ ചെയ്തു കൂട്ടിയ ചെയ്തികൾ എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൽ ജനത്തിന് തിരിച്ചറിവുള്ളതാണ്. ഇനിയും ഈ പാർട്ടിയിലേക്ക് എത്തി വീണ്ടും അത്തരത്തിലുള്ള
ഈ പ്രതിരോധ കോട്ടകൾ തീർക്കുന്ന പുതിയ പദ്ധതികളുമായി വന്ന് ഈ പാർട്ടിയെ തകർക്കാനാണോ എന്നുള്ളത് സംശയിക്കുന്നുണ്ട് പലരും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ CPM-ന് നഷ്ടപ്പെട്ടു പോയത് കോടിയേരിയെ പോലൊരു ശക്തനായ നേതാവിനെയാണ്. പക്ഷേ ആ കോടിയേരിയെ പോലൊരു നേതാവായി മാറാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും ബിനീഷിന് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.